ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഫേവറേറ്റ് ഡിഷാണല്ലേ ബിരിയാണി. അപ്പം നമ്മുടെ ഈ ഫേവറേറ്റ് ഡിഷാണെന്നും പറഞ്ഞിട്ട് നമ്മളിത് ദിവസവും കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. നിറവും മണവും ചേരുംപടി ചേർന്ന് കഴിക്കുന്നവൻ്റെ വയറിന് ഇത്രയധികം നിറവ് നൽകുന്ന മറ്റൊരു ഭക്ഷണം ഉണ്ടാകില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയായിരിക്കും. നിറപ്പകിട്ടും രുചിപ്പകിട്ടുമേറിയ ബിരിയാണി പക്ഷെ വിദേശീയനാണ്. അറബ് രാജ്യമാണ് ബിരിയാണിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത്. പേർഷ്യൻ വാക്കായ ബെരിയൻ എന്നതിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് ഉത്ഭവിച്ചത്. ഇതിന്റെ അർത്ഥം വറുത്തത് എന്നാണ്. മുഗൾ ചക്രവർത്തിമാരാണ് ബിരിയാണിയെ ഇന്ത്യയിൽ എത്തിച്ചത്. അന്നത്തെ ബിരിയാണി ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. എണ്ണ വളരെ കുറവുള്ള പാചകരീതിയിൽ. കേരളത്തിൽ ബിരിയാണി എത്തിയിട്ട് ഏകദേശം 50 വർഷമായി. വടക്കൻ കേരളമാണ് ബിരിയാണിയെ ആദ്യം സ്വീകരിച്ചത്. ഇന്ന് ബിരിയാണി പല പേരുകളിൽ ചേർത്ത് അറിയപ്പെടുന്നു. ഹൈദരാബാദി ബിരിയാണി, കൽക്കട്ട ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, മാഞ്ഞാലി ബിരിയാണി തുടങ്ങിയവ. ബിരിയാണിയുടെ ഏറ്റവും വലിയ ദോഷം ഇതിൽ അമിതമായ ഊർജവും കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു എന്നതാണ്. രുചി കൂട്ടാൻ വേണ്ടി ധാരാളം നെയ്യും വനസ്പതിയും ചേർക്കുന്നു. ബിരിയാണിക്ക് ശേഷം ഒരു ഐസ്ക്രീമും ആയാൽ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട ഊർജ്ജത്തിൽ കൂടുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയും വേണ്ടതിലും 4 ഇരട്ടി കൊഴുപ്പുള്ളിലേക്ക് എത്തുകയും ചെയ്യും. ഒരു സെർവിങ് ബിരിയാണിയിൽ ഒരു മുട്ട, 2 പപ്പടം, അച്ചാർ, സാലഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം ട്രാൻസ്ഫാറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടാൻ പാടില്ല എന്നതാണ്. അഥവാ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കർശനമായി ലേബലിൽ രേഖപ്പെടുത്തിയിരിക്കണമെന്നാണ്. അപകടം: ഈ കൊഴുപ്പ് ബിരിയാണി ട്രാൻസ്ഫാറ്റ് ആസിഡിന്റെ കലവറയാണ്. നെയ്യിലും വനസ്പതിയിലും കൊളസ്ട്രോളും ട്രാൻസ്ഫാറ്റും അടങ്ങിയിരിക്കുന്നു. സ്ഥിര ഉപയോഗം അബ്ഡോമിനൽ ഫാറ്റ് ഡിപ്പോസിറ്റിനും അൽഷിമേഴ്സ് രോഗങ്ങൾക്കും കാരണമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഡെയിലി ഉപയോഗം നിർത്തിയിട്ട് വല്ലപ്പോഴും ഒരു ക്രേവിങ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായി ഉപയോഗിക്കൂ. പിന്നെ എല്ലാവരും എന്നും കഴിക്കുന്നു എന്നൊന്നും അല്ല ഈ വീഡിയോ കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്നും കഴിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാത്തവർക്ക് ചെറിയൊരു അറിവ് നൽകാനും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.